ഹായ് സുജിത് ഹിയർ. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. അഖിൽ അനിൽകുമാർ സംവിധാനം ചെയ്ത തലവര. പ്രൊഡക്ഷൻ മഹേഷ് നാരായണൻ, അർജുൻ അശോകൻ, രേവതി ശർമ്മ എന്നിവരാണ് മുഖ്യ വേഷത്തിൽ. അഖിൽ അനിൽകുമാർ നിങ്ങൾക്ക് അറിയായിരിക്കും, അർച്ചന 31 നോട്ടോട്ടൊക്കെ സംവിധാനം ചെയ്ത ആളാണ് അഖിൽ അനിൽകുമാർ. ഇത് ഒരു ചെറിയ പടമാണ്, ഒരു സ്വീറ്റ് ലിറ്റിൽ ഫിലിം എന്നൊക്കെ പറയാൻ പറ്റുന്ന, ഒരു സ്മോൾ ക്യൂട്ട് ഫിലിം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള പടമാണ്. ഇതിൽ അർജുൻ അശോകൻ്റെ കഥാപാത്രം പൊതുവെ നാട്ടുകാരെല്ലാം പാണ്ഡെ എന്ന് വിളിക്കുന്ന ജ്യോതിഷ്. ജ്യോതിഷ് എന്ന് പറയുന്ന പേര് തന്നെ വളരെ ശേഷമാണ് അവതരിപ്പിക്കുന്നത്. നമ്മൾ പൊതുവെ നാട്ടിൽ കാണുന്ന കണക്കുള്ള, അതായത് ഒരുപാട് ബോഡി ഷേമിങ്, അതായത് സ്കിൻ ഡിസീസ് കാരണം അല്ലെങ്കിൽ വിറ്റ്ലിഗോ കാരണം ഒരുപാട് ബോഡി ഷേമിങ് അനുഭവിക്കേണ്ടി വരുന്ന ഒരാളാണ് ഇതിലെ മെയിൻ കഥാപാത്രം. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ പലപ്പോഴും പലരെയും ഇരട്ടപ്പേര് വിളിക്കുന്നതും, പലരുടെയും ബോഡിലി കുറവുകളുണ്ടോ, അല്ലെങ്കിൽ അവർ നോർമൽസി എന്ന് പൊതുവെ വിട്ടു നിൽക്കുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ നോർമൽസി എന്ന് പൊതുവെ സമൂഹം കരുതുന്ന കാര്യമെന്ന് വിട്ടു നിൽക്കുന്നതുകൊണ്ടായിരിക്കും നമ്മൾ പലരെയും ഇരട്ടപ്പേരൊക്കെ വിളിക്കുന്നത്. നമ്മൾ സ്കൂളിൽ പലപ്പോഴും നമ്മൾ സ്വയം അനുഭവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ അതിന് ഭാഗമായിട്ടുണ്ടാവാം, അൺഫോർച്ചുനേറ്റ്ലി പലപ്പോഴും അറിവില്ലാത്ത കാലത്തൊക്കെ. അങ്ങനെ ബോഡി ഷേമിങ്ങിൻ്റെ ഒരു എക്സ്ട്രീമിറ്റി അനുഭവിക്കുന്ന ഒരാളാണ് അർജുൻ അശോകൻ ചെയ്യുന്ന കഥാപാത്രം ജ്യോതിഷ്. ഇതിലെടുത്ത് പറയേണ്ടത് മിക്കവരുടെയും പെർഫോമൻസസ് ആണ്. വളരെ നല്ല പെർഫോമൻസസ് ആണ്, എസ്പെഷ്യലി അർജുൻ അശോകൻ്റെ. തുടക്കം മുതൽ അവസാനം വരെ ഒരു ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള, നമുക്കൊരു ഇമോഷണൽ കണക്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള അഭിനയമാണ് അർജുൻ അശോകൻ കാഴ്ചവെച്ചത്. ഇതിൽ പല സ്ഥലത്തും സിനിമയുടെ പല സ്ഥലത്തും നമുക്ക് കുറേ യുണീക്ക് ഐഡിയാസ് കാണാം, കുറേ ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള ഇമോഷൻസ് കാണാം, അല്ലെങ്കിൽ കുറേ നല്ല മൊമെൻറ്റ്സ്, അതായത് വളരെ ക്യൂട്ടായിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് കാണാം. അങ്ങനെ ഒരു മിക്ക സന്ദർഭങ്ങളും ഒരു ചിരിയോടെ കാണാൻ പറ്റുന്ന, ഒരു പുഞ്ചിരിയോടെ കാണാൻ പറ്റുന്ന സിനിമയാണ്. അതേസമയം തന്നെ ചില സമയങ്ങളിൽ നമുക്ക് ശരിക്കും ഇമോഷണലി നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന, ഇമോഷണലി നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുള്ള ഒരു സിനിമയാണ് തലവര. തലവര വളരെ ചെറിയൊരു പടമാണ്. 2 മണിക്കൂർ, കഷ്ടിച്ച് 2 മണിക്കൂർ, 2 മണിക്കൂർ 1 മിനിറ്റ് ഒക്കെ ഉള്ളൂ. 121 മിനിറ്റ്സ് ആണെന്ന് തോന്നുന്നു. അപ്പം പൊതുവേ നമുക്ക് സിനിമകൾ കാണുമ്പോൾ, ഈയിടെയായിട്ട് പുതിയ സിനിമകൾ കാണുമ്പം വളരെ ദൈർഘ്യം കൂടിയ സിനിമകൾ കാണുമ്പോൾ, അതായത് ഇത്രയും കാണണ്ടായിരുന്നു, 3 മണിക്കൂറൊന്നും ഇല്ല ഈ പടം, 2.5 മണിക്കൂറേ ഉള്ളൂ, കാണേണ്ടതേ ഉള്ളുമായിരുന്നു, അത് 2 മണിക്കൂറുള്ള പടം വെറുതെ വലിച്ചിട്ട് 3 മണിക്കൂർ ആക്കിയെന്ന് തോന്നാറുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അവസാനമായപ്പം കുറച്ച് റഷ്ഡ് ആയ പോലെ തോന്നി. എന്തോ ഒരു കുറച്ചുകൂടെ കാണാമായിരുന്നു, ഞാൻ കുറച്ചുകൂടെ കാണാൻ റെഡി ആയിരുന്നു. ഒരു അരമണിക്കൂറുകൂടെ പടം കൊണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് തീർന്ന കണക്ക് തോന്നി. അതായത് ഒരു ഫുള്ളി ഫ്ലഷ്ഡ് ഔട്ട് അല്ലാത്ത ഒരു എൻഡിങ് പോലെ തോന്നി. ഇതിൽ രേവതി ശർമ്മ ചെയ്യുന്ന കഥാപാത്രവും അർജുൻ അശോകൻ ചെയ്യുന്ന കഥാപാത്രവും തമ്മിലുള്ള ഒരു റൊമാൻസ്, ഒരു റൊമാൻറ്റിക് പെയറിങ് വളരെ അതായത് വളരെ ക്യൂട്ടായിട്ട് തോന്നി, വളരെ സ്വീറ്റ് ആയിട്ട് തോന്നി. ഒരുപാട് രസകരമായിട്ട് രീതിയിൽ നല്ലൊരു കെമിസ്ട്രി ഉള്ളൊരു പെയറിംഗ് ആയിട്ട് തോന്നി. കുറച്ചുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല പടമായിരുന്നേനും തോന്നി. കാരണം ഇതൊരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ ഇതൊരു മോശം പടമൊന്നുമല്ല, ഇതൊരു ആവറേജ് പടമാണ്, അബവ് ആവറേജ് പടമാണ്. 3 stars out of 5 for തലവര. താങ്ക്സ് ഫോർ വാച്ചിങ്.